ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മുടെ രക്ഷകർത്താക്കളും നമ്മുടെ അധ്യാപകരുമെല്ലാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുമെല്ലാം നമ്മുടെ ഉള്ളിൽ കോറിയിട്ട് തരുന്ന ഒരു കാര്യമുണ്ട്. മിടുക്കരായവർ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവരാണ് എന്നുള്ളത്. അതായത് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു കുട്ടി എഴുന്നേറ്റ് പെട്ടെന്ന് ആൻസർ പറയുമ്പോൾ അവനെ മിടുക്കൻ എന്ന് പറഞ്ഞ് അനുമോദിക്കുന്നു. മറ്റു കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഇതിനുള്ള ഒരു പ്രേരണ തോന്നും. കാര്യം ആൻസർ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ മിടുക്കനായിട്ട് കാണുകയില്ലേ എന്നുള്ളതുകൊണ്ട് അങ്ങനെ അവരും ഏതൊരു ചോദ്യത്തിനും പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പ്രാപ്തരായി തീരുന്നു. പഠനത്തിന്റെ കാര്യത്തിൽ ഇത് ഗുണപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ അറിഞ്ഞിരിക്കണം. എന്നാൽ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ കുട്ടിക്കാലത്ത് ശീലിച്ചു പോന്ന ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ എവിടെയും ഏത് ചോദ്യത്തിനും ആൻസർ പറയണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളൊരു ബോധ്യമോ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരാറുമുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവർ ആരും തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ നൽകുന്ന ആൾക്കാരായിരിക്കുകയില്ല. ജീവിതത്തിലെ ബുദ്ധിമാന്മാർ കുറച്ചു നേരം മാത്രം സംസാരിക്കുന്നവരും അളന്നു മുറിച്ച് സംസാരിക്കുന്നവരും നിരീക്ഷണ ബോധം കൂടിയവരുമായിരിക്കും. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മറുപടി പറയേണ്ടതില്ല എന്ന് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഒരു വാക്ക് അപ്പോഴത്തെ ആ പ്രശ്നത്തെ ലഘൂകരിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് പുതിയൊരു പ്രശ്നത്തെ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർ സംസാരിക്കുന്നതിന് മുമ്പ് ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ടൊന്ന് വിലയിരുത്താൻ വേണ്ടി കുറച്ച് നിശബ്ദതയൊക്കെ പാലിക്കുന്നത്. ചില തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് വിജയം. ചില വിമർശനങ്ങളെ അവഗണിക്കുന്നതാണ് ബുദ്ധി. ചില ആൾക്കാരോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി. നമ്മുടെ ജീവിതാനുഭവങ്ങൾ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ യുദ്ധങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കേണ്ടതുമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതില്ല. എല്ലാ ആൾക്കാരെയും നമ്മൾ തിരുത്തേണ്ടതില്ല. ചില സാഹചര്യങ്ങളിൽ നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം. ഇന്നത്തെ വീഡിയോയിലൂടെ ബുദ്ധിമാന്മാർ മിണ്ടാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത്രയും നാൾ എന്ത് നടപടിയാണ് എടുത്തിരുന്നത് എന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറന്നു പോകരുത്. കാരണം നമ്മളെല്ലാം തന്നെ നേരിടുന്ന ജീവിത സന്ദർഭങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത് നാം നിശബ്ദമായിട്ട് നിൽക്കേണ്ട സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ കോപം അതിര് കടക്കുന്ന സമയത്താണ്. കോപം എന്നത് മനുഷ്യൻ്റെ വിവേകത്തെ തകർക്കുന്ന കാര്യമാണ്. നമ്മൾ കോപിച്ചെടുക്കുന്ന തീരുമാനങ്ങളും കോപിച്ച് പറയുന്ന കാര്യങ്ങളും എല്ലാം പിന്നീട് വലിയ പശ്ചാത്താപത്തിനോ അല്ലെങ്കിൽ മാപ്പ് പറച്ചിലിനോ കാരണമാക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർ കോപം വരുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ദുർബലന്റെ ആയുധമാണ് കോപം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കോപശാലികൾ ചെയ്യുന്നത് ദേഷ്യം വരുമ്പോൾ തങ്ങളുടെ വികാരങ്ങളെ ആളിക്കത്തിക്കും. വേണ്ടതും എല്ലാം തോന്നിയ പാടെ വിളിച്ച് പറയുകയും ചെയ്യും. എന്നാൽ വിവേകശാലികൾ തങ്ങളുടെ വികാരത്തിന് ഒരു കടിഞ്ഞാണിട്ട് ശാന്തമായി കാണാൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഫീസിൽ വളരെ വർഷമായിട്ട് നല്ല സേവനം നടത്തി പോരുന്ന ഒരാൾ, അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അയാളുടെ സേവനത്തിൽ ആ ഓഫീസിലുള്ള എല്ലാവരും തൃപ്തരുമാണ്. എന്നാൽ ആ സമയത്ത് പുതിയൊരു ഓഫീസർ അവിടെ കടന്നു വരികയാണ്. ഇദ്ദേഹത്തിന്റെ സേവനത്തെക്കുറിച്ചോ മറ്റൊന്നും അയാൾക്ക് വലിയ ബോധ്യമൊന്നുമില്ല. ഏതോ ഒരു നിസ്സാര കാര്യത്തിന് അദ്ദേഹം ഈ നല്ല മനുഷ്യനോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഈ സംസാരമെല്ലാം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആ നല്ലവനായ ഉദ്യോഗസ്ഥന് സങ്കടവും ദേഷ്യമൊക്കെ വരും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന് അയാൾ തിരിച്ച് പ്രതികരിച്ചാൽ അവിടുത്തെ രംഗം വളരെ വഷളാകും. ചിലപ്പോൾ ആ ജോലി വിട്ട് ആ ഓഫീസ് വിട്ടിറങ്ങേണ്ടുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടായി വരും. എന്നാൽ അയാൾ നിശബ്ദമായി നിന്നിട്ട് ആ സന്ദർഭമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് ഓഫീസറോട് തൻ്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇതിനോടകം ആ വ്യക്തിയെ ഏതാണ്ട് മനസ്സിലാക്കി കഴിയുന്ന ഓഫീസർക്ക് കാര്യത്തെ നയപരമായിട്ട് മനസ്സിലാക്കാനും പിന്നീട് അത്തരം വാക്ശരങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കു കൂടുന്നത് പലപ്പോഴും ഒരാൾ തൻ്റെ ക്ഷമയുടെ ഭാഗം കാണിക്കാതെ പോകുന്നതാണ്. അതായത് ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് ഒരാൾ തിരിച്ചറിയണം. കാര്യം മറ്റേ വ്യക്തി അപ്പോൾ വല്ലാതെ ഇമോഷൻസിന്റെ ടോപ്പ് ലെവലിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ മറ്റേ പങ്കാളിയുടെ
ആ ഇമോഷൻ ബ്രേക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വലിയ തർക്കങ്ങളും അടിപിടിയും ആവും. പക്ഷേ ഈ സമയത്ത് തൻ്റെ പങ്കാളിയുടെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്ന മറ്റേ പങ്കാളി ഒന്ന് നിശബ്ദമായി കൊടുക്കുകയും പിന്നീട് കാര്യങ്ങളെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ വിശദീകരിച്ച് ആ ഉള്ളിലുള്ള കരടുകളെ മാറ്റുകയാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. നമ്മുടെ പല ചരിത്രങ്ങളും എടുത്തു നോക്കിയാൽ നമ്മുടെ ബഹുമാനിതരായ നേതാക്കൾ, മറ്റ് പല നേതാക്കളും പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവർ നിശബ്ദരായിട്ട് നിൽക്കും. അണികൾ ചോദിക്കും, ഇദ്ദേഹം എന്താ നട്ടലില്ലാത്ത ആളാണോ, ഇത്രയൊക്കെ കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കും. എന്നാൽ ആ കാലം കടന്നു പോവുകയും ആ ബന്ധത്തിന് ഒരു ഉടവും വരാതെ മുന്നോട്ട് പോവുകയും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മറ്റേ നേതാവിനോട് തൻ്റെ ഭാഗം ശക്തമായി പറഞ്ഞ് മനസ്സിലാക്കാനും ഈ നേതാവിന് സാധിക്കാറുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ ഇതിനായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത്രയും നാൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്ത ബഹുമാനം നഷ്ടപ്പെടുത്തി താഴ്ന്ന ലെവലിലേക്ക് പെരുമാറേണ്ടി വരുമെന്ന് ഈ മഹത്തുക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അവർ നിശബ്ദത പാലിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശബ്ദത എന്നുള്ളത് ഒരു ദൗർബല്യമൊന്നുമല്ല, ബുദ്ധിമാന്മാർ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ്. ഇനി ബുദ്ധിമാന്മാർ നിശബ്ദരായിട്ട് നിൽക്കുന്ന മറ്റൊരു സ്ഥലം ഏതാണെന്ന് അറിയാമോ? അതായത് എത്ര വാദിച്ച് ജയിച്ചാലും ആ ബന്ധം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ. എല്ലാ വാദങ്ങളിലും ജയിക്കുന്നത് വിജയമല്ലെന്ന് ബുദ്ധിമാന്മാർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു വാദത്തിൽ നമ്മൾ ശരിയായിരിക്കാം, മറുഭാഗം തെറ്റായിരിക്കാം. പക്ഷേ നമ്മൾ വാദിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ നല്ലൊരു ബന്ധം പിന്നീട് നഷ്ടമായി പോകും. ഇത് തിരിച്ചറിയുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ആ വാഗ്വാദത്തെ പെട്ടെന്ന് മതിയാക്കുകയും അവരുമായിട്ട് കൈകൊടുത്ത് ഊഷ്മളമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇവിടെ വാദത്തിൽ വിജയിക്കുന്നതിനേക്കാൾ ഏറെ പ്രാമുഖ്യം കൊടുക്കുന്നത് ആ വ്യക്തിബന്ധം നിലനിർത്തി പോകുന്നതിനാണ്. നമ്മളൊരു സത്യം പറഞ്ഞ് വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നിമിഷത്തെ ഹാപ്പി മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് നല്ലൊരു ബന്ധത്തെ നഷ്ടപ്പെടുത്തിയാൽ അത് പിൽക്കാലത്തെ വലിയ പരാജയവുമായിട്ട് മാറാറുണ്ട്. ഉദാഹരണത്തിന് സഹോദരങ്ങൾ തമ്മിലൊരു തർക്കം നടക്കുകയാണ്. സ്വത്ത് സംബന്ധമായിട്ടുള്ളൊരു തർക്കമാണെന്ന് വെച്ചോ, കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരു സഹോദരൻ അമ്പനും വില്ലിനും അടുക്കാത്ത തരത്തിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റേ സഹോദരൻ തന്റെ ഭാഗം ഒരു വട്ടം പറഞ്ഞു, അയാളെ ബോധ്യപ്പെടുത്തി, പിന്നീട് തർക്കത്തിലേക്ക് കടക്കുകയില്ല. കാരണം ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് അയാൾ ചിലപ്പം കേവലമായ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് നേട്ടമായിട്ട് കിട്ടിയേക്കാം. പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുഞ്ഞുകാലം മുതൽ നമ്മുടെ ഒന്നാണെന്നുള്ള ഭാവത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സഹോദരനെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇയാൾ നിശബ്ദനായിട്ട് കാണപ്പെടും. സ്വന്തം കൂടപ്പിറപ്പിനെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരു നേട്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ തർക്കിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഏറ്റവും മൂല്യമുള്ളത് ഏതിനാണെന്ന് ഒരാൾക്ക് തോന്നണം. സഹോദരനാണോ അല്ലെങ്കിൽ ആ സ്വത്താണോ എന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും തർക്കം വരിക. ഇനി സ്വത്തിലാണ് ഒരാൾക്ക് താല്പര്യം കൂടുതലുണ്ടെങ്കിൽ അയാൾ സഹോദരനെ വെറുപ്പിച്ച് ആ സ്വത്ത് നേടിക്കോളൂ. അതിൽ തർക്കിക്കാതിരിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെ നമുക്ക് കാണാമല്ലോ. ഇതുപോലെ തന്നെ ജോലി സ്ഥലത്തും ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം. സഹപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്തു, വേണമെങ്കിൽ അയാളെ നമുക്ക് ആ ഓഫീസേഴ്സിന്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും വെച്ച് കളിയാക്കാം, അപമാനിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് നമ്മുടെ മാന്യതയാണ്. നമുക്ക് അയാളെ ഒന്ന് പറഞ്ഞ് തിരുത്താം എന്നതിലുപരി നമ്മൾ ആവശ്യമില്ലാത്ത ഷോകൾ കാണിക്കുന്നത് നല്ല വ്യക്തിബന്ധങ്ങൾക്ക് തകരാറുണ്ടാക്കും. മാത്രമല്ല ആത്യന്തികമായി നമുക്ക് ഒട്ടേറെ നഷ്ടങ്ങൾ പിന്നീട് ഉണ്ടായി വരികയും ചെയ്യും. ജീവിതത്തിൽ ചില വ്യക്തികൾക്ക് സത്യം വിജയിക്കണമെന്നല്ല ആഗ്രഹം, തങ്ങൾ വിജയിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ശരി, അവർ അവരുടെ പിടിവാദത്തിൽ മുറുകി നിൽക്കും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നതെല്ലാം ഈ ചേമ്പിലയിൽ ജലം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് അത്തരം പ്രവണത ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും എത്ര വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണെങ്കിലും ആ വ്യക്തിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കേണ്ട. കാര്യം അയാളുടെ പക്ഷം പറഞ്ഞ് വിജയിക്കാൻ നിൽക്കുന്ന ആളാണ്. ഇനി അടുത്തത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴുള്ളതാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുക എന്നുള്ളത് ചിലരുടെ ഒരു ശീലമാണ്. അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ചില നേതാക്കന്മാരെയും ചില സെലിബ്രിറ്റികളെയൊക്കെ കണ്ടിട്ടില്ലേ, ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും അവർ പറയുകയും പിന്നീട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ എളിഭരായി മാറിപ്പോകും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളായിരിക്കും. ഇവിടെ പല മനുഷ്യരും വിചാരിക്കുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് അറിവുണ്ടാകുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും അങ്ങനെ അറിവുണ്ടായിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അറിയില്ലാത്തടത്ത് അത് അറിയില്ല എന്ന് പറയുന്നതല്ലേ ശരി. ചുമ്മാ എന്തിനാണ് അബദ്ധം എഴുന്നള്ളിക്കുന്നത്? ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറിയില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഒഴിയും. അതാണ് ചെയ്യുക. എന്തിനും ഏതിനും
അഭിപ്രായം പറഞ്ഞേ തീരൂ എന്ന് പറയുന്ന വ്യക്തികൾ മണ്ടന്മാരാണെന്ന് അവർ സ്വയം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് പലപ്പോഴും ഈ മെഡിക്കൽ വിഷയങ്ങളിൽ കാണാറുണ്ട്. ചില വ്യക്തികൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആയുർവേദത്തിന്റെ ഏതെങ്കിലും പഠിപ്പുണ്ടെങ്കിലോ ഹോമിയോയുടെ പഠിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏതെങ്കിലുമൊക്കെ ചെറിയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ വന്നിരുന്ന ചില രോഗങ്ങളെ കുറിച്ച്, ചില ഹോർമോണുകളെ കുറിച്ച്, ചില മരുന്നുകളെ കുറിച്ചൊക്കെ അങ്ങ് തട്ടിവിടും. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ ആണെങ്കിൽ ഇയാൾ പറയുന്നതെല്ലാം വാസ്തവമാണ് എന്ന് കരുതിയിട്ട് ഇയാളുടെ വാക്കുകളെ നിരീക്ഷിക്കുകയും ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആരോഗ്യം അപകടത്തിലാക്കിയ പലരുമുണ്ട് ഈ മുറി വൈദ്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്തരക്കാരെ ഡോക്ടർ എന്നൊക്കെ ഉള്ള പദവിയിൽ പലരെയും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒട്ടും അറിവില്ലാതെ ആയിരിക്കും ഇവർ ഇത് പറയുന്നത്. പിന്നീട് അറിവുള്ള ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാർ തിരുത്തി പറയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ദൈവമേ, ഇവരെ വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ പണവും കളഞ്ഞു, എൻ്റെ ആരോഗ്യവും കളഞ്ഞു എന്നൊക്കെ ഉള്ളത്. ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് മറ്റുള്ളവരുടെ പണത്തെയോ സമയത്തെയോ ജീവിതത്തെയോ ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല. എന്നാൽ ഇത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ചില വ്യക്തികളാകട്ടെ ഇങ്ങനെയൊക്കെ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് പിന്നീട് അപഹാസ്യരായി മാറാറുമുണ്ട്. ഇവിടെ നമുക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മിക്കേണ്ടതുണ്ട്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അറിവില്ലായ്മ മറഞ്ഞിരിക്കും. നിങ്ങൾ മിണ്ടിത്തുടങ്ങുമ്പോൾ നിങ്ങളുടെ അറിവുകേട് ലോകമറിയും. ഇതിനർത്ഥം എല്ലായിടത്തും നമ്മൾ അറിവില്ലാത്തവരെ പോലെ ഇരിക്കണമെന്നല്ല. നമുക്ക് പൂർണ്ണമായി വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് പറയുക, അല്ലാത്തടത്ത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ബുദ്ധിമാന്മാർ ഒരു ദിവസം എന്തെങ്കിലും വായിച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരായിരിക്കുകയില്ല. അവർ നിരന്തരമായ പഠനങ്ങളിലൂടെ തങ്ങളുടെ ആശയവും ലോകത്തിന്റെ ആശയവും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഉത്തരം പറയുക. അതുകൊണ്ട് തന്നെ ഉത്തരം പറയാനുള്ള തിടുക്കം ബുദ്ധിമാന്മാരിൽ അധികം കാണുകയില്ല. ഇനി അടുത്തൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കേൾക്കാൻ തയ്യാറല്ലാത്തപ്പോൾ സംസാരിക്കുക എന്നുള്ളതാണ്. ബുദ്ധിമാന്മാർക്കറിയാം, ഒരാൾക്ക് തങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ ഒട്ടും മനസ്സില്ലെങ്കിൽ അയാളത്ത് സംസാരിച്ച് സമയം പാഴാക്കുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല എന്ന്. എല്ലാ ആൾക്കാരും സത്യം കേൾക്കാനോ അത് മനസ്സിലാക്കാനോ തങ്ങളുടെ തെറ്റ് തിരുത്താനോ തയ്യാറാകുന്നവർ ആയിരിക്കുകയില്ല. ചിലർക്ക് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു വാദം ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് നീ പറയുന്ന തെറ്റാണ് എന്ന് എത്ര വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തങ്ങളുടെ കാര്യത്തിൽ മാത്രം ഉറച്ചു വയ്ക്കും. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ചിലപ്പോൾ ഇത്തരം ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ അടുത്ത് സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് ഏറെ ഗുണകരം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ, അയാൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒരുപാട് പണം പല ബിസിനസ്സിനെന്ന് പറഞ്ഞ് കളയുകയാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയും ഇയാൾ ചില ആപത്തുകളിൽ ചെന്ന് ചാടാൻ പോവുകയാണ്, ധനനഷ്ടം വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അയാളെ തിരുത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉള്ളിൽ കുറിക്കുന്നത്, ഇവന് ഞാൻ നന്നാവുന്നത് ഇഷ്ടമല്ല, എൻ്റെ കുറുകെ കയറി നിൽക്കാൻ പോകുന്നതാണ്, എനിക്കറിയാം ഈ കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് എന്നൊക്കെ അയാൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നീട് നമ്മോട് സംസാരിക്കുന്നത്. ഇത്തരം വ്യക്തികളുടെ അടുത്ത് ഉപദേശങ്ങളും കൊണ്ട് ചെല്ലരുത്. അവർ പറയുന്നത് വെറുതെ കേട്ട് വയ്ക്കുക. ഇവിടെ എന്തെങ്കിലും പറയണമെന്നത് നിർബന്ധമേ അല്ല. വീട്ടിനകത്ത് ചിലപ്പോൾ കാണാം മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെട്ട ചിലരെ. നമ്മൾ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ ഉപദേശിച്ചാലും ഇവർ നന്നാവാൻ തയ്യാറാവുകയില്ല. കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ വേറൊന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിലരുടെ വിചാരം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നാവുമെന്നാണ്. ഇവർ ഈ ചെവി കൊണ്ടല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് ജീവിതത്തിൽ വലിയ വലിയ കുറെ അനുഭവങ്ങൾ വന്ന് ചേർന്നാലേ ഇത്തരക്കാർ പഠിക്കുകയുള്ളൂ. അതൊരു പ്രകൃതി നിയമമാണ്. ചില വ്യക്തികൾക്ക് തിരുത്താൻ തയ്യാറാവില്ല, അവർക്ക് നല്ല അടി കിട്ടണം, എങ്കിൽ മാത്രമേ അവർ തിരുത്തപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ വെറുതെ ഉപദേശിച്ചിരിക്കുന്നതും ഒരു മടയത്തരാണ്. ബുദ്ധിമാന്മാർ ഒരിക്കലും അത് ചെയ്യുകയില്ല. പറയാനുള്ള കാര്യം ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞു കൊടുക്കും, പിന്നീട് കേട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ എന്നുള്ളൊരു തീരുമാനം അവർ ഉള്ളിലെടുക്കും. അതാണ് ചെയ്യുക. നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ പാറപ്പുറത്ത് കൊണ്ടുപോയി വിത്ത് ഊന്നി ഊന്നി വെച്ചാൽ അത് പിടിക്കില്ല. നല്ല മണ്ണിൽ ആ വിത്തിനെ വെക്കണം, എങ്കിലേ അത് മുളച്ചു വരികയുള്ളൂ. പലപ്പോഴും ഈ മോശപ്പെട്ട മനസ്ഥിതിയുള്ള വ്യക്തികളെല്ലാം ഈ പാറപ്പുറം പോലെയാണ്. നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് അവരുടെ ഉള്ളിൽ കയറുകയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ സമയം വെറുതെ പാഴാക്കുന്നത് എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ഉള്ളിലുള്ള ചോദ്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുദ്ധിമാന്മാര് മിണ്ടാതെ നിൽക്കുന്ന ചില സന്ദർഭങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതുപോലെ ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത്തരം വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതേ കൂടി അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാം. തൊട്ടടുത്തുള്ള വീഡിയോ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോകളിൽ ഞാൻ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കീഴെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ബായ്.